ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ടി വരും. ആ മുൻകൂർ ജാമ്യം ഒരുപക്ഷെ കിട്ടുന്നതുമാണ്. പി ദിവ്യയുടെ കാര്യത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു. അത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്. അതേ ആർഗ്യുമെന്റുകൾ ഈ ഭാഗത്തും വേണമെങ്കിൽ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇനി ഈ കുടുംബത്തിന്റെ പ്രതികരണം അറിയണം. കുടുംബം ഈ നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യത്തിലാണ് അച്ചടക്ക സമിതി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി വീട്ടിലെത്തിയത്. ആ അനുനയ നീക്കത്തിന്റെ ഭാഗമായി 2-2.25 കോടി രൂപയുടെ ബാധ്യത പാർട്ടി ഏറ്റെടുത്തുകൊള്ളാമെന്ന വാഗ്ദാനം നൽകുകയും അതിൽ ആ കുടുംബം തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്താൽ ആരായിരിക്കും സാക്ഷി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ദീപക് മോഹൻ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഇനി നമ്മുടെ മുന്നിലുണ്ടോ? ഈ 2 ദിവസം മുൻപ് വരെ ഈ കുടുംബത്തെ തന്നെ അപമാനിക്കുകയും കുടുംബത്തിനെതിരെ പറയുകയും ചെയ്തിരുന്ന നേതാക്കൾ വളരെ പെട്ടെന്ന് ഇതിലെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വീട്ടിലേക്ക് എത്തുകയും അച്ചടക്ക സമിതി കുടുംബവുമായിട്ട് സംസാരിക്കുകയും അനുനയ നീക്കത്തിന് ശ്രമം നടത്തുകയുമായിരുന്നു. അനുനയ നീക്കം ഫലം കണ്ടാൽ ഈ കേസിന്റെ വിധി എന്താകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഈ കത്ത് മാത്രമാണ്. ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന പേരിന്റെ സാധ്യതയാണ് ഇപ്പോൾ FIR-ലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് 1-ാം പ്രതിയായിട്ട് IC ബാലകൃഷ്ണനെയും 2, 3, 4 പ്രതികളായി മുൻ DCC പ്രസിഡന്റുമാരെയും ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദീപക് മോഹൻ, ഇനി ഈ കത്തല്ലാതെ മറ്റ് തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് കാത്തിരിക്കുമോ, അതല്ല അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ? അരുൺകുമാർ, ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിച്ചിരിക്കുന്നത്, അതായത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിന്റെ വികസനത്തിനായി 32 ലക്ഷം രൂപ IC ബാലകൃഷ്ണന് വായ്പയായി എടുത്ത് നൽകി. പിന്നീട് അത് ഇരട്ടി തുകയാവുന്ന രീതിയിൽ പലിശയടക്കം ബാധ്യത NM വിജയന്റെ തലയിൽ വന്നു എന്നാണ് ഒരു ആരോപണം പറയുന്നത്. മറ്റൊന്ന്, ND അപ്പച്ചൻ, അതായത് DCC അധ്യക്ഷനായ ND അപ്പച്ചൻ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരാളുടെ പക്കൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് പിന്നീട് അത് തിരികെ നൽകാൻ കഴിയാതെ ബാധ്യതയടക്കം 12 ലക്ഷം രൂപയോളമായി അതും NM വിജയൻ തിരികെ നൽകേണ്ട ഒരു അവസ്ഥയായി. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ ഈ ND അപ്പച്ചന്റെയും അതുപോലെ തന്നെ IC ബാലകൃഷ്ണന്റെ അടുത്തൊക്കെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ നേതാക്കൾ ഇത് ഗൗനിച്ചില്ല. ഈ ബാധ്യത NM വിജയന്റെ തലയിൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ പരാമർശങ്ങളും കാര്യങ്ങളും ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പ് ഈ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്കടക്കം ഈ കുടുംബം കൊടുത്തു. അതിന്റെ പകർപ്പ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KPCCയുടെ നേതൃത്വത്തിന് എല്ലാവർക്കും അയച്ചു കൊടുത്ത സമയത്ത് പിന്നീട് അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ കൈയക്ഷരവുമായി ബന്ധപ്പെട്ട് കൃത്യത പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ മറ്റാരോ ചിലതൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നു. ആ സമയത്താണ് പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പ് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതായത് NM വിജയന്റെ കൈപ്പടയിൽ എഴുതിയ പ്രമാണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിനിറ്റ്സുകളും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കൈയക്ഷരം തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് എന്നുള്ള രീതിയിലേക്കുള്ള ശാസ്ത്രീയമായ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. മാത്രമല്ല, സ്വന്തം മകന് ജിജീഷിന് വേണ്ടി വേറെ ഒരു ആത്മഹത്യാക്കുറിപ്പ്, ഈ കടബാധ്യതകളുടെ കൃത്യമായിട്ടുള്ള രൂപം എഴുതിക്കൊണ്ടുള്ള ഒരു കുറിപ്പും മറ്റൊന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് ഈ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് അത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് മാറ്റിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുമ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ള പ്രധാനമായും പരാമർശിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, വയനാട് ജില്ലയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരും ഒപ്പം ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി ഇന്നലെ പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 35ഓളം ആളുകളുടെ മൊഴി DYSP സുൽത്താൻ ബത്തേരി DYSPയുടെ കീഴിലുള്ള അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ പ്രതി ചേർത്ത ഈ IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചനും മുൻ DCC ഭാരവാഹിയായ KL പൗലോസ് അടക്കമുള്ള ആളുകളുടെ പേരിൽ ഇപ്പോൾ പ്രതി ചേർത്ത് കേസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ, അതായത് ഈ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ബത്തേരിയിലെ പ്രാദേശിക നേതാക്കളായ CT ചന്ദ്രൻ, അതുപോലെ തന്നെ UK പ്രേമൻ, മണ്ണിൽ സക്കറിയ തുടങ്ങിയ ആളുകളുടെ പേരിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരാതികളുമായി നമുക്ക് മുൻപ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ പരിശോധനകൾ നടത്തി. ഇന്നലെയും 2 പരാതികൾ കൂടി വന്നു. വയനാട് വാളാട് സ്വദേശിയായ സായൂജ് എന്ന മറ്റൊരാൾ കൂടി പരാതി നൽകി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ